തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ചില പള്ളിക്കൂടം ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത്, അതും കൊച്ചു ക്ലാസ്സുകളിൽ, സ്കൂൾ ആനിവേഴ്സറി വരുമ്പോൾ കുറേ മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. കലന്തല്ലി പൊട്ടീര് ഓർമ്മയിലില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, നിധി കണ്ടെത്തൽ ഇല്ലേ? അങ്ങനെയുള്ള ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ. നിധി കണ്ടെത്താൻ പോകുമ്പോൾ തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് സൂചന കിട്ടും, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിധി ഇരിപ്പുണ്ടെന്ന്. എല്ലാം കൂടി അങ്ങോട്ട് ഓടും. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന സൂചന വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഓടും. അങ്ങനെ ഓടി ഓടി അവസാനം നിധി കണ്ടെത്തും. കണ്ടെത്തുന്നവൻ്റെ ഭാഗ്യം, എന്തൊരു സന്തോഷമാണ് അവന്. ആ ഭാഗ്യവാൻ നിങ്ങളാണെങ്കിലോ? യേശുവിൻ്റെ കാലത്തുമുണ്ടായിരുന്നു ഇതുപോലുള്ള നിധി കണ്ടെത്തലുകളൊക്കെ. അത് യേശു പറയുന്നുമുണ്ട്. നിധി കണ്ടെത്തിയവൻ്റെ സന്തോഷത്തെക്കുറിച്ച്. പടയോട്ടങ്ങളും യുദ്ധങ്ങളുമൊക്കെയുള്ള കാലം, സുരക്ഷിതത്വമില്ല. നേടിയത് സമ്പാദിച്ചത് ഒളിപ്പിച്ച് വെക്കാൻ ലോക്കറുകളൊന്നും അല്ല. ഭൂമിയായിരുന്നു ആകപ്പാടയുടെ ലോക്കർ. അതുകൊണ്ട് ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ ഭൂമിയിൽ എവിടെയെങ്കിലും കുഴിച്ചു വെച്ചു. എന്തെങ്കിലും അനുകൂലമായ സാഹചര്യം വരുമ്പം അത് തിരികെ ഇവിടേക്കാവുന്ന പ്രതീക്ഷയില്ല ഒളിപ്പിച്ചു വെച്ചത്. പക്ഷേ നടന്നില്ല, തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ആ ഒളിപ്പിച്ചു വെച്ച നിധികൾ മറ്റാരുടെയൊക്കെ സന്തോഷമായി മാറി. അത് കണ്ടെത്തിയവർ സന്തോഷിച്ചു. യേശു ഈ ഉപമയോ ഈ സന്ദേശമോ ഒക്കെ നമുക്ക് നൽകുമ്പോൾ നമ്മളിലേക്ക് പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകാറില്ല. നമ്മളിൽ ദൈവം ഒരുപാട് നിധികൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. അത് നമ്മുടെ കഴിവുകളോ നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ തിരിച്ചറിയുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് വളർച്ചയും ഉയർച്ചയുമൊക്കെയാണ്. നിങ്ങളൊരു പക്ഷേ ആഗ്രഹിക്കുന്ന നിധി എന്ന് പറയുന്നത്, നിങ്ങൾ തേടുന്ന നിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസമാധാനമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ കാർഷിക മേഖലയിലുള്ള ഉയർച്ചയാകാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം കൈ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഒരു വിശ്വാസി പറയും, ഓ ദൈവാനുഗ്രഹം കൊണ്ട് ബിസിനസ് നന്നായി, ദൈവാനുഗ്രഹം കൊണ്ട് കൃഷിക്ക് നല്ല വിളവ് കിട്ടി. വിശ്വാസിക്ക് വിശ്വാസിയുടെ ഭാഷയുണ്ട്. അതേസമയം വിശ്വാസി അല്ലാത്തവൻ പറയും എല്ലാം ഭാഗ്യമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമേയുള്ള ഭാഗ്യം തേടുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഒരുപാട് സാധ്യതകളെ, ഒരുപാട് നിധികളെ നമ്മൾ തേടേണ്ടവരാ. ഒത്തിരി നന്മ ദൈവം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ? ഒത്തിരി ഗുണവിശേഷങ്ങൾ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ കിടപ്പില്ലേ? ഇതൊന്നും തേടാതെ അന്വേഷിക്കാതെ നിർഗുണരായി ജീവിക്കുന്ന അനേകരെ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മളെ നിധികൾ തേടുക, അത് കണ്ടെത്തി കഴിയുമ്പോൾ അത് പങ്കുവെക്കുക. ജീവിതത്തിൽ ഈ മേഖലയിൽ പരാജയപ്പെടുന്നവരെ അതിന് സഹായിക്കുക. അങ്ങനെ നിധി കണ്ടെത്തിയവൻ്റെ സന്തോഷം നമ്മളിൽ നിറയട്ടെ. അത് കണ്ടെത്താൻ ദുഃഖിതരായി കഴിയുന്നവരെ നമ്മുടെ സന്തോഷം പങ്കുവെച്ച് അവരെ കൂടി ഈ സന്തോഷത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത വർദ്ധിക്കാതിരിക്കുമോ?
തിരുമുറ്റം